കർണാടകയിൽ നടന്നത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയെന്ന ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സെക്രട്ടറി എ റഹീം. കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ യോഗി ആദിത്യനാഥിനെ പോലെ പെരുമാറുന്നു. ഇതിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിക്കുമെന്നും എ റഹീം പറഞ്ഞു. കർണാടകയിലെ ബുൾഡോസർ രാജ് നടന്ന സ്ഥലം സന്ദർശിക്കാൻ ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി തീരുമാനപ്രകാരം ഇന്നലെ ഞാൻ ഉൾപ്പെടെയുള്ളൊരു പ്രതിനിധി സംഘം സന്ദർശിച്ചിരുന്നു. ആ സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത, കണ്ണിൽ ചോരയില്ലാത്ത ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനമാണ് അവിടെ നടന്നിരിക്കുന്നത്. തീരെ ദുർബലരായ മനുഷ്യർ തങ്ങളുടെ നിവർത്തിയില്ലായ്മയ്ക്കിടയിൽ നിന്ന് കെട്ടിയുയർത്തിയ, വർഷങ്ങളുടെ പാടുപെടലുകൾ കൊണ്ട് കെട്ടിയുയർത്തിയ കെട്ടിടങ്ങൾ സുപ്രീം കോടതിയുടെ എല്ലാ ഗൈഡ് ലൈനും ലംഘിച്ചുകൊണ്ട് കോൺഗ്രസ് സർക്കാർ ഇടിച്ചു തകർക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്ത് ജസ്റ്റിഫിക്കേഷനാണ് കോൺഗ്രസിന് പറയാനുള്ളത്? യോഗി ആദിത്യനാഥിന്റെ പ്രതിരൂപമായി എങ്ങനെയാണ് സിദ്ധരാമയ്യക്ക് മാറാൻ കഴിയുക? ഗണഗീതം പാടുന്നതിൽ അഭിമാനിക്കുന്ന DK ശിവകുമാർ നയിക്കുന്ന കോൺഗ്രസ് ആണ് കർണാടകയിലെ കോൺഗ്രസ്. നിർഭൻ ചക്രവർത്തി കൂടി ചേരുന്നുണ്ട്. നിർഭൻ, എ റഹീം MP ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കൾ, DYFI നേതാക്കൾ ഇന്നലെ ആ സ്ഥലങ്ങളൊക്കെയും സന്ദർശിച്ചതാണ്. ഇവിടെ കേരളത്തിൽ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് 4,60,000-ത്തിലധികം വീട് വെച്ച് നൽകുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് അവിടെ കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാർ 400ഓളം പാവപ്പെട്ട മനുഷ്യന്മാരുടെ വീടുകൾ ഇടച്ചു നിർത്തുന്നത്. ആ സാഹചര്യങ്ങൾ, ആ കാഴ്ചകളൊക്കെ നേരിട്ട് പോയി കണ്ടാണ് എ റഹീം MP ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. തീർച്ചയായും മനുഷ്യ, ഇന്ത്യയിലെ ജനങ്ങൾ നടുക്കത്തോടെ കാണുന്ന ഒരു കൂട്ടം ജനങ്ങൾ, ഏറ്റവും ദുർബലരായിട്ടുള്ള, ഏറ്റവും നിസ്സരായിട്ടുള്ള സാധാരണ മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന, മനുഷ്യർ താമസിക്കുന്ന 2 കോളനികൾ പൂർണ്ണമായി ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നിരത്തി എന്നാണ്. രാജ്യത്ത് ബുൾഡോസർ രാജ് എന്ന് പറഞ്ഞു കേൾക്കുന്ന ഏകാധിപത്യ പ്രവണതകൾക്കെതിരെയുള്ള ഭരണകൂടത്തിനെതിരെ എന്നും പ്രയോഗിക്കുന്നതാണ്. അത് നേരിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന, സിദ്ധരാമയ്യ ഭരിക്കുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കർണാടകയിൽ സംഭവിച്ചു എന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിനിധി സംഘം കർണാടകയിലെ DYFI നേതാക്കളടക്കം വരുന്ന സംസ്ഥാന ഭാരവാഹികൾക്കൊപ്പം DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ടുള്ള എ റഹീം അവിടെ സന്ദർശിക്കുന്നത്. ആ സന്ദർശിക്കുന്ന ഘട്ടത്തിൽ കണ്ട അതിദയനീയമായ കാഴ്ച അദ്ദേഹം ചിത്രങ്ങളടക്കം പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അതിൻ്റെ ദുരിത കാഴ്ചകൾ വിവരിക്കുന്ന ദൃശ്യങ്ങളടക്കം DYFI നേതാക്കളുടെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജും പ്രസിഡന്റ് V വസീഫും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അദ്ദേഹം ചോദിച്ച ചോദ്യം, എ റഹീം ചോദിച്ച ചോദ്യം, ഇത് UPയിലെ സർക്കാർ ആദിത്യനാഥിന് തുല്യമായ, യോഗി ആദിത്യനാഥിന് തുല്യമായിട്ടുള്ള ഏകാധിപത്യ പ്രവണതയാണ്. അതിന് തുല്യമായ കോപ്പിയായി, അതിൻ്റെ പകർപ്പായി ഈ സിദ്ധരാമയ്യയുടെ കോൺഗ്രസ് സർക്കാർ മാറുന്നു എന്നതാണ്. ഇക്കാര്യത്തിൽ അതിന് നിയന്ത്രണം നൽകുന്ന, കർണാടകത്തിൽ ഒരു ഇല അനങ്ങിയാൽ പോലും പ്രതികരിക്കുന്ന AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇവിടെ പോയി. ഇത് മാധ്യമങ്ങൾ തമസ്കരിച്ചത് എന്തിനാണ് എന്ന ചോദ്യം DYFI നേതാക്കൾ ചോദിച്ചു. കാരണം ഇത് മറ്റൊരു സംസ്ഥാനത്തായിരുന്നു. കേരളത്തിൽ അതിദരിദ്രരെ കണ്ടെത്തിയ പ്രഖ്യാപനം നടന്ന ദിവസം കേരളത്തിൽ ഇതിനെതിരെയുള്ള ക്യാമ്പയിൻ മാധ്യമങ്ങൾ നടത്തിയിരുന്നു. എന്തുകൊണ്ട് ദരിദ്രരായ മനുഷ്യരെ വീടുകൾ, ഭവനങ്ങൾ പൂർണ്ണമായി പൊളിച്ചു നീക്കിയിട്ടും മാധ്യമങ്ങൾ ഇത് എന്തുകൊണ്ട് കണ്ടില്ല? കോൺഗ്രസിനെ ആയതുകൊണ്ട് നിങ്ങൾ അവർക്ക് ഇളവ് നൽകുന്നതാണോ എന്ന ചോദ്യമാണ്. മാത്രമല്ല, ഇങ്ങനെ സ്ത്രീകളടക്കം വരുന്ന അബലരായിട്ടുള്ള ജനങ്ങൾ രാവിലെ പുലർച്ചയോടുകൂടി 2 സമയങ്ങളിലാണ് ഇത് പൊളിച്ചു മാറ്റുന്നത്. പുലർച്ചെ രാത്രി 11 മണിയോട് പെട്ടെന്ന് ഈ ബുൾഡോസറും വലിയ JCBയുമായി വാഹനങ്ങൾ വരുന്നു. നോട്ടീസ് പോലും നൽകിയിട്ടില്ല. കോടതി ഉത്തരവ് പൂർണ്ണമായി ലംഘിക്കുന്നു. അതിനുശേഷം എല്ലാ വീടുകളിലും ഭാഗികമായിട്ടെങ്കിലും ഗ്യാസ് കണക്ഷനുള്ള വീടുകളിലെ ഗ്യാസ് കണക്ഷൻ സിലിണ്ടറുകളെല്ലാം എടുത്ത് പുറത്തു വയ്ക്കാൻ ആവശ്യപ്പെടുന്നു. ഒരു നിമിഷം കൊണ്ട് പകച്ചു നിൽക്കുന്ന ജനങ്ങൾക്ക് മുന്നിലേക്ക് ഈ JCBകൾ ഇടിച്ചു കയറുകയാണ്. വീടുകൾ തവിട് പൊടിയാക്കുന്നു. കെട്ടിടങ്ങളെ ചിന്തിച്ചെതിർ കിടക്കുന്ന കാഴ്ച. അവിടെ തന്നെ വീണ്ടും ടാർപോളിൻ ഷീറ്റ് വിരിച്ച് ചെറിയ കുട്ടികളടക്കം താമസിക്കുന്ന ദയനീയമായ കാഴ്ചയാണ്. ഇത് എന്തുകൊണ്ട് ശ്രദ്ധയപ്പെട്ടു എന്ന് ചോദിച്ചാൽ മാധ്യമങ്ങൾ പോലും തമസ്കരിക്കുമായിരുന്നു. അത് ഒന്നാമത്തെ ഇടപെടൽ DYFIയാണ്. മറ്റൊന്ന് കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നടത്തിയ പ്രതികരണമാണ്. അതിനുശേഷമാണ് നാഷണൽ മീഡിയയിലടക്കം ഇത് ശ്രദ്ധിച്ചത്. അതുകൊണ്ട് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ജനങ്ങളെ പൂർണ്ണമായി കബളിപ്പിക്കുന്ന പാർട്ടിയാണ്. കേരളത്തിലാണെങ്കിൽ 100 വീടുകൾ നിർധനരായ ജനങ്ങൾക്ക്, ഒരു വലിയ തരത്തിലുള്ള ദുരന്തമുണ്ടായി വീട് മുഴുവൻ ഒലിച്ചുപോയ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട ജനങ്ങൾക്ക് 100 വീടുകൾ വാഗ്ദാനം ചെയ്ത് പറ്റിക്കുന്നു.
മറുഭാഗത്ത് കർണാടകയിൽ വീടുള്ളവരെ വീടുകൾ മുഴുവൻ പൊളിച്ചു നീക്കുന്നു. അങ്ങനെ ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറി. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും അവരുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കണമെന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത്. ഡിവൈഎഫ്ഐ നാളെ ജില്ലാ കേന്ദ്രങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. സംസ്ഥാന വ്യാപകമായി ഇതിൻ്റെ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. അവിടെ കർണാടകയിലെ ഈ 2 ഗ്രാമങ്ങളിൽ കണ്ട ദൃശ്യങ്ങളടക്കമുള്ള വിഷ്വലുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രത്യേക കൂട്ടായ്മയും ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജും പറഞ്ഞു. വിനിഷ. യെസ്, ഏതായാലും വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ് ഡിവൈഎഫ്ഐ. നാളെ സംസ്ഥാനത്തുടനീളം വിവിധ കേന്ദ്രങ്ങളിൽ അവിടെ പോയി നേരിട്ട് കണ്ട കാഴ്ചകൾ, യലഹങ്കയിലെ നേരിട്ട് കണ്ട കാഴ്ചകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം.